ഈ പ്രാവശ്യം നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ ഒരു കുട്ടി അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പ്രാവശ്യം കുറേ അപ്ഡേറ്റ്സ് വരുമെന്നായിരുന്നു ഗൈസ് നമ്മളെ പ്രതീക്ഷിച്ചേ. പക്ഷേ സക്സസ്ഫുള്ളി ആയിട്ട് നമ്മൾ ചമ്മിപ്പോയി. കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ഫോണൊന്ന് എടുത്തിട്ട് RG സ്റ്റോളിൽ പോകണം. അത് കഴിഞ്ഞ് RGB എന്നൊന്ന് ടൈപ്പ് ചെയ്യണം. അത് കഴിഞ്ഞ് ടിക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രാഫിക്സൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു മോഡ് വരുന്നുണ്ട്. അതിൽ നമുക്ക് ബ്രൈറ്റ്നെസ്സും ഒക്കെ കുറച്ചിടാൻ പറ്റും. ഗൈസ് സ്റ്റോറി മോഡൊക്കെ എടുക്കുന്ന ആൾക്കാണെങ്കിൽ ഈ ഒരു മോഡ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഗൈസ് നമുക്കിതെല്ലാം ഒന്ന് കുറച്ചിട്ട് നോക്കാം. ഗൈസ് ഇതെല്ലാം ഒന്ന് കുറച്ചിട്ട് നോക്കുമ്പോൾ ഒരു ഡാർക്ക് ബ്ലൂ കളറാണ് വരുന്നത്. പക്ഷെ അങ്ങനെ ഇടുമ്പോൾ ഒരു ലുക്കില്ല. നമുക്കിതെല്ലാം അതിൻ്റെ ഒരു മീഡിയം സൈസിലിടാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് സെറ്റിങ്സൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേവ് ചെയ്യാം. അല്ലെങ്കിൽ പണ്ടത്തെ പോലെ ആണെങ്കിൽ റീസെറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഗൈസ് ഈ ഒരു മോഡ് വന്നോടെ നമുക്ക് നമ്മുടെ GTA 5 ഏകദേശം ആ ഒരു ഗ്രാഫിക്സ് വരാൻ പറ്റും. അത്ര ഇല്ലെങ്കിൽ ഏകദേശം ആ ഒരു ഗ്രാഫിക്സ് നമ്മുടെ ഗെയിമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് പോയി അപ്ഡേറ്റ് ചെയ്യണം. എന്നാലാണ് നിങ്ങളുടെ ഗെയിമിലോട്ട് ഇതൊക്കെ വരത്തുള്ളൂ. ഈ പിന്നുണ്ടല്ലോ നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചൊരു കാര്യമായിരുന്നു ഈ വീടിൻ്റെ കളർ എങ്ങനെയാണ് മാറ്റണേന്ന്. അപ്പോൾ നമ്മുടെ ഫോൺ എടുത്തിട്ട് RG സ്റ്റോളിൽ പോകണം. അത് കഴിഞ്ഞാൽ ഞാൻ അടിച്ചു കൊടുത്ത പോലെ നിങ്ങളും അടിക്കണം. എന്നാലാണ് വീടിൻ്റെ കളർ ചേഞ്ച് ആവത്തുള്ളൂ. ഹൗസ് കളർ റെഡ് എന്ന് അടിച്ചു കൊടുക്കണം ഗൈസ്. എന്നാലാണ് വീടിൻ്റെ കളർ ചേഞ്ച് ആവത്തുള്ളൂ. ഗൈസ് റെഡ് എന്ന് അടിച്ചു കൊടുക്കണം നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അടിച്ചു കൊടുക്കാം. ബ്ലാക്കോ യെല്ലോ RGB ഒക്കെ അടിച്ചു കൊടുത്ത് ഇത് വരും ഗൈസ്. പിന്നെ ഈ അപ്ഡേറ്റ് വന്ന വേറൊരു ട്രിക്കും കൂടി ഉണ്ട്. അതെന്താണെന്ന് കാണിക്കാം. ഫസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വണ്ടി എടുക്കാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഡിഫൻഡറാണ് ഗൈസ്. ഇത് ഫസ്റ്റ് നമുക്കൊന്ന് റോട്ടിലോട്ട് കൊണ്ടുപോകണം ഗൈസ്. ഇത് നിങ്ങൾ റാമ്പൊക്കെ കളിക്കുന്ന സമയത്താണ് ഗൈസ് ഈ ട്രിക്ക് വളരെ യൂസ്ഫുൾ ആവത്തുള്ളൂ. എന്താണെന്ന് കാണിക്കാം. നമ്മുടെ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് കണ്ടോ ഗൈസ് വണ്ടി ഇങ്ങനെ ചാടിപ്പിച്ചുകൊണ്ട് നടക്കാം. അതെങ്ങനെയാണ് ചാടിപ്പിക്കുന്നത് ഞാൻ കാണിക്കാം. നമ്മുടെ വണ്ടി ഇരിക്കുന്ന സമയത്തില്ലേ നമ്മൾ ആ സ്ലോ മോഷൻ ചെയ്യണ ബട്ടണില്ലേ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമ്മുടെ വണ്ടി ഇതുപോലെ ചാടും. ഗൈസ് അവിടെ ഒരു ബുഗാട്ടി പോകുന്നുണ്ട്. ആ ബുഗാട്ടിൻ്റെ മേളിൽ കൂടി നമ്മുടെ ഡിഫൻഡർ ഒന്ന് ചാടിപ്പിച്ച് നോക്കാം. തട്ടോ ഇല്ലേ നോക്കാം. ഗൈസ് സക്സസ്ഫുള്ളി ആയിട്ട് നമ്മൾ ലാൻഡ് ആയിട്ടുണ്ട്. ഗൈസ് അവിടെ ഒരു NPCയും കൂടെ പോകുന്നുണ്ട്. ആ ചേട്ടൻ്റെ മേളിൽ കൂടെ ഇതൊന്ന് ചാടിപ്പിച്ച് നോക്കാം. ഗൈസ് ഡിഫൻഡറും സേഫ് NPCയും സേഫ്. ഗൈസ് ഞാൻ നിങ്ങൾക്ക് പിന്നെ വേറെ കാണിച്ചു തരാം. അവിടെ ഒരു ഇതുണ്ട് ഗൈസ്. നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മുടെ എവിടെയെങ്കിലും ഇങ്ങനെ വണ്ടി ഇതുപോലെ ഇടിക്കും. ആ സമയത്ത് വണ്ടി എത്ര ആക്സിലേറ്റർ നോക്കിയാലും വണ്ടി മുന്നോട്ട് പോയില്ല. അന്നേരം ജസ്റ്റ് ഒന്ന് റിവേഴ്സ് എടുക്കണം. അത് കഴിഞ്ഞ് ആക്സിലേറ്റർ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ സ്ലോ മോഷൻ ബട്ടൺ ഞെക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മേളിൽ കൂടെ ചാടിച്ചുകൊണ്ട് വരാൻ പറ്റും. ഗൈസ് ഈ പ്രാവശ്യം വേറെ അപ്ഡേറ്റ്സ് വന്നിട്ടുള്ളൂ നമ്മുടെ ഗെയിമിലോട്ട്. ഗൈസ് അടുത്ത അപ്ഡേറ്റിൽ ലംബോർഗിനി റൂസും കാർ മോഡിഫിക്കേഷൻ മോഡും ഒക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഗൈസ്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ ഗൈസ്, ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്തോടെ. ഇത്രയും കഷ്ടപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് അറിയിക്കുന്നില്ലേ. ഒരു ലൈക്ക് ഒരു സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ ബൈ.